ഹൈസ്കൂൾ ഗ്രാമറിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വളരെ രസമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കാണ് നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്. പക്ഷെ എന്നാലും കുറച്ച് പേർക്ക് സംശയമുണ്ട്, എന്താണ് ഈ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ഈ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? ഒരൊറ്റ നോട്ടത്തിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ടെങ്കിലോ? ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സമഗ്ര പ്ലസിന്റെ ഈ വർഷം റിലീസ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസിന്റെ ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങളൊന്ന് സമയമെടുത്ത് വായിക്കണം. നോക്കാം നമുക്ക്. Read the sentence given below and pick out the noun phrase in the subject position and the verb phrase. രണ്ട് കാര്യങ്ങൾ പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷനും കണ്ടുപിടിക്കണം, വെർബ് ഫ്രേസും കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഈ സെന്റൻസിൽ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കണം? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ, പിന്നെ കണ്ടുപിടിക്കണം വെർബ് ഫ്രേസിലും. റിപ്പീറ്റ്, ഇവിടെയും അത് രണ്ടും നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ചോദ്യം എന്താണ് ഈ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ എന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം. നോക്കിയാലോ നമുക്ക്. റൈറ്റ്, സോ ഹിയർ വി. സർ സ്ലൈഡ് മാറിപ്പോയി? ഇല്ല സർ, സ്ലൈഡ് മാറിപ്പോയിട്ടില്ല, ഞാൻ വെച്ച സ്ലൈഡ് തന്നെയാണ്. എന്താണ് ഈ സെന്റൻസ്? ഒരു ആന നടക്കുന്നു, ഒരു ആന നടക്കുന്നു. ഈ സെന്റൻസിലെ സബ്ജക്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യെസ്, ആനയാണോ? അല്ലല്ല, പിന്നെയോ ഒരു ആനയാണ് സബ്ജക്ട്. ആ ഒരു അതിന്റെ കൂടെ കൂട്ടണം, കാരണം ആനയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എന്ന് പറഞ്ഞ വേർഡ് വന്നത്. സോ മൊത്തം സബ്ജക്ട് എന്താണ്? ഒരു ആനയാണ്. ഇതിലെ ബാക്കിയുള്ള സാധനം എന്താണ്? നടക്കുന്നു എന്നാണ്. അത് വേർബാണ്, പക്ഷെ അതാണ് സബ്ജക്റ്റ് വേണ്ടി ബാക്കിയുള്ള കാര്യം. ഓക്കെ ആണ്. സോ ഒരു ആന നടക്കുന്നു. ആൻ എലിഫന്റ് ഈസ് വാക്കിംഗ്. സോ ആൻ എലിഫന്റ് എന്നുള്ളത് ഈ സെന്റൻസിൽ എന്താണ്? ഈ സെന്റൻസിൽ സബ്ജക്റ്റ് ആണ്. ഈ സെന്റൻസിൽ എന്താണ്? സബ്ജക്റ്റ് ആണ്. ഈസ് വാക്കിംഗ് എന്നുള്ളത് ഈ സെന്റൻസിലെ യെസ് പ്രെഡിക്കേറ്റ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞ ആ സെന്റൻസിൽ ബാക്കിയുള്ള കാര്യങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ, റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത സെന്റൻസ്, ആൻ എലിഫന്റ് ഈസ് വാക്കിംഗ് നമുക്ക് കിട്ടി. ഒരു കറുമ്പനാന മരം കയറുന്നു. ഒരു കറുമ്പനാന മരം കയറുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? ആനയാണോ? അല്ല, കറുമ്പനാനയാണോ? കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഒരു കറുമ്പനാനയാണ് ഇതിലെ സബ്ജക്റ്റ്. അപ്പൊ ഇതിലെ പ്രെഡിക്കേറ്റ് ഏതാ? മരം കയറുന്നു. മരം കയറുന്നു ആണ് ഇതിലെ പ്രെഡിക്കേറ്റ്. അപ്പൊ ഇവിടെ ആൻ എ ബ്ലാക്ക് എലിഫന്റ് എന്നുള്ളതാണ് എന്ത്? സബ്ജക്റ്റ്. ക്ലൈംസ് ദ ട്രീ എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, സോ അത് നമുക്ക് മനസ്സിലായേ. ഇതെന്താണ്? സബ്ജക്റ്റ് ആണ്. ബാക്കിയുള്ള സാധനത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കാം. ഇനി ഞാൻ നിങ്ങളോട് ഒരു സ്വകാര്യം പറയാം. ആരോടും പറഞ്ഞു കൊടുക്കരുതേ. ഒരു സെന്റൻസിലെ പറഞ്ഞു കൊടുക്കോ? കേക്ക്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. മനസ്സിലായില്ല? എടാ, ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ നൗൺ ഫ്രേസ് വലിയ നീട്ടി പറയുമ്പോൾ നമുക്ക് പേടിയാവും, പക്ഷെ ഒന്നുമില്ല. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ, NP ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഏതാണ്? ബ്ലാക്ക് എലിഫന്റ് ആണ്. അതായത് ഈ സെന്റൻസിലെ സബ്ജക്റ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ആൻഡ് ഇതിലെ പ്രെഡിക്കേറ്റ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? വെർബ് ഫ്രേസ്. എന്താണ്? വെർബ് ഫ്രേസ്. മനസ്സിലായോ? ഇതാ പിടിച്ചോ. ഒരു ആനയും ഉറുമ്പും വഴക്ക് കൂടുന്നു. ആനയും ഉറുമ്പും വഴക്ക് കൂടുന്നു. ഇതിലെ സബ്ജക്റ്റ് ഏതാ? ആനയാണോ? ഉറുമ്പാണോ? പിന്നെയോ ആനയും ഉറുമ്പുമാണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്. വഴക്ക് കൂടുന്നു എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ്. കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞാൽ ആൻ എലിഫന്റ് ആൻഡ് ആൻ ആൻഡ് അല്ലെ എന്ന് പറയുന്നത് ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസിൽ എന്താണ്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ആണ്. എന്നാൽ ഇവിടെ നോക്കിയേ, ആർ ഫൈറ്റിംഗ് എന്നുള്ളത് ഈ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്? വെർബ് ഫ്രേസ് ആണ്. ഇപ്പൊ കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടിയില്ലേ? കുറച്ചുകൂടെ സന്തോഷമായില്ലേ? എന്നാൽ ഇത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷനും വെർബ് ഫ്രേസും കണ്ടുപിടിക്കാൻ തന്നാൽ ആ സെന്റൻസ് നിങ്ങൾ വായിക്കാം. എന്നിട്ട് എവിടെയാണോ ഒരു വെർബോ ഓക്സിലറി വെർബോ വരുന്നത് അത് മുതൽ അങ്ങോട്ട് വെർബ് ഫ്രേസ്, അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ.
മനസ്സിലായില്ല, ഇങ്ങോട്ട് നോക്കാം. ആൻ എന്നുള്ളത് വേർബോ ഓക്സിലറി വേർബ് ആണോ? അല്ല. എലിഫന്റ് എന്നുള്ളത് വേർബോ ഓക്സിലറി വേർബ് ആണോ? അല്ല. ഈസ് എന്നുള്ളത് വേർബോ ഓക്സിലറി വേർബ് ആണോ? അല്ല എന്ന് പറയാൻ നിൽക്കില്ല. ഈസ് എന്താണ്? ഈസ് ഓക്സിലറി വേർബ് ആണ്. അപ്പോ ഈസ് മുതൽ അങ്ങോട്ട് എന്താണ്? വേർബ് ഫ്രേസ് ആണ്. ആൻ എലിഫന്റ് എന്നുള്ളത് എന്താണ്? നൗൺ ഫ്രേസ് ആണ്. ആൻ എലിഫന്റ് എന്നുള്ളത് എന്താണ്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. സിമ്പിൾ പരിപാടിയല്ലേ? നോക്ക്. എ എന്നുള്ളത് വേർബ് ആണോ ഓക്സിലറി വേർബ് ആണോ? രണ്ടുമല്ല. ബ്ലാക്കോ? രണ്ടുമല്ല. എലിഫന്റ് വേർബ് ആണോ? അല്ല, എലിഫന്റ് നൗണാ. ക്ലൈംസ് ഓക്സിലറി വേർബ് ആണോ? അല്ല. പക്ഷെ എന്താ? വേർബാ, മെയിൻ വേർബാ. അപ്പോ ഇവിടെ മുതൽ ആ വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് മുതൽ വലത്തോട്ടുള്ളത് നൗൺ വേർബ് ഫ്രേസും അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷനും. സിമ്പിൾ. ഒന്നുകൂടെ നോക്കി. ആൻ, എലിഫന്റ്, ആൻഡ് ഇതൊന്നും എന്തല്ല? ഓക്സിലറി വേർബും അല്ല, വേർബും അല്ല. പിന്നെയോ 6 ഓക്സിലറി വേർബാണ്. അപ്പൊ 6 മുതൽ വലത്തോട്ട് എന്ത്? വേർബ് ഫ്രേസ്. ആദ്യമുള്ളത് ആൻ എലിഫന്റ് ആൻഡ് എന്നുള്ളത് എന്താണ്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്താലോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷനും വേർബ് ഫ്രേസും കണ്ടുപിടിക്കണം. എപ്പോഴും ആലോചിക്കുക, ഇങ്ങനെ ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ എ എന്ന് ആൻസർ എഴുതുമ്പോൾ എ എന്നിട്ട് ഓക്കെ, എ ഇട്ടിട്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ അല്ലെങ്കിൽ നൗൺ ഫ്രേസ് കണ്ടുപിടിക്കണം. ഏതാണ് നൗൺ ഫ്രേസ്? ദ വേർബ് അല്ല, ഓക്സിലറി വേർബ് അല്ല. ട്രസ്റ്റ് വേർബ് അല്ല, ഓക്സിലറി വേർബ് അല്ല. ട്രസ്റ്റ് എന്നുള്ളത് അവിടെ എന്താ? അവിടെ നൗൺ ആണ്. ഓക്കെ. റെക്കഗ്നൈസസ് എസ് വന്നു അല്ലെ. റെക്കഗ്നൈസസ് എന്താണ്? വേർബ് ഫ്രേസ് ആണ്, അല്ലെങ്കിൽ വേർബ് ആണ്. സോറി, വേർബ് ഫ്രേസ് അല്ല, വേർബ് ആണ്. അപ്പോ ഇവിടെ മുതൽ അങ്ങോട്ട് വേർബ് ഫ്രേസ്. ഇപ്പൊ നൗൺ ഫ്രേസ് ഏതാ? ദ ട്രസ്റ്റ്. വേർബ് ഫ്രേസ് ഏതാ? ബാക്കിയുള്ളത് റെക്കഗ്നൈസസ്. അവസാനം എന്ത് വരെ എഴുതുക? ഇൻജസ്റ്റിസ് വരെ എഴുതി എന്തായി? വേർബ് ഫ്രേസ് ആയി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു നോക്കി. പോസ്റ്റ് ചെയ്തു, ആൻസർ കിട്ടി. യെസ്, നോക്കൂ. മൈ എന്നുള്ളത് വേർബും അല്ല, ഓക്സിലറി വേർബും അല്ല. ഹോൾ എന്നുള്ളത് വേർബും അല്ല, ഓക്സിലറി വേർബും അല്ല. ഫാമിലി എന്നുള്ളത് വേർബും അല്ല, ഓക്സിലറി വേർബും അല്ല. സ്റ്റുഡ് ബിഹൈൻഡ് എന്ന് പറയുന്ന വേർബാണ്. അപ്പോ സ്റ്റുഡ് ബിഹൈൻഡ് എന്നുള്ളത് വേർബ് ആയതുകൊണ്ട് ഇവിടെ മുതൽ അങ്ങോട്ടാണ് വേർബ് ഫ്രേസ്. അപ്പോ ബിയില് അത് സെപ്പറേറ്റ് എഴുതണം. ബിയിലെ നൗൺ ഫ്രേസ് ഏതാ? ബിയിലെ ഇവിടുന്ന് അങ്ങോട്ട്. ഓക്കെ, ബിയിലെ നൗൺ ഫ്രേസ് ഏതാ? മൈ ഹോൾ ഫാമിലി. ഇതിലെ വേർബ് ഫ്രേസ് ഏതാ? കുറച്ച് എഴുതാനുണ്ടാവും കേട്ടോ, പക്ഷെ എളുപ്പമാണ്. വേർബ് ഫ്രേസ് ഏതാ? സ്റ്റുഡ് ബിഹൈൻഡ്. എവിടെ വരെ എഴുതണം? പോസിബിൾ വരെ എഴുതണം. ഓക്കെ, ഇനി നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ ട്രിക്ക് പഠിച്ചോ? നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസിന് തെറ്റിക്കില്ല, കാരണം സാറ് പറഞ്ഞ അടിപൊളിയായി മനസ്സിലായല്ലോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് വെക്കണം. ഒരു ലൈക്ക് കൂടെ ചെയ്ത് വെക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഇതുപോലെ നമ്മൾ ഓരോ ഗ്രാമർ ടോപ്പിക്കുകളും അടിപൊളിയായി ട്രിക്സിലൂടെ പഠിക്കാൻ വേണ്ടി വൈകുന്നേരം അല്ലെ, പരീക്ഷയുടെ തലേന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവിൽ വരുന്നുണ്ട്, മെഗാ മാരത്തൺ വരുന്നുണ്ട്. സോ എല്ലാവരും അവിടേക്ക് വരിക. ഞാനും JD സാറും അവിടെ ഉണ്ടാവും. So we will see you there sharp at 7. Thank you.